നമുക്കിപ്പോൾ ഓരോന്നോരോന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. ഫാനല്ലേ? ഓ നല്ല കാറ്റ്, പിന്നെ നല്ല കാറ്റ്. ഹൈ സ്പീഡിലാ, ഫുൾ സ്പീഡിലല്ലേ? ഇതിന് ഈ റിമോട്ടിന് തന്നെ ഭയങ്കര ഫെസിലിറ്റീസാണ്. ഒന്നാമത്തെ ഫെസിലിറ്റി ഇത് ഓണ്. 15 സെക്കൻഡ് ഈ ആക്സിലേറ്റർ ചവിട്ടിയില്ല, നേരെ പാർക്ക് മോഡാവും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അസർ സാദിഖ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കായംകുളം ചെട്ടികുളങ്ങര ഭാഗത്താണ് നിൽക്കുന്നത്. 2 എക്സ്ട്രാ ഓർഡിനറി 2 സ്റ്റുഡൻസിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മൾട്ടി പർപ്പസ് കാർ ഉണ്ടാക്കി 2 പേരോടും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ 2 സ്റ്റുഡൻസ്. പേര് പറയണം. എൻ്റെ പേര് അഭിഷേക് ബാബു. എൻ്റെ പേര് ആനന്ദ് കൃഷ്ണ. എവിടെ അത് പഠിക്കുന്നത്? എവിടെ നിങ്ങൾ എത്ര പഠിക്കുന്ന ഡീറ്റെയിലും? സെൻറ്റ് ജോൺസ് മറ്റം സെൻറ്റ് ജോൺസ് അല്ലേ? പ്ലസ് 1 പ്ലസ് 1 ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരുണ്ടാക്കിയ കാറ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവർ ഉണ്ടാക്കിയ മൾട്ടി പർപ്പസ് കാർ. അപ്പോൾ ഇതിൽ ഒരുപാട് സവിശേഷത ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അഭിഷേകും ആനന്ദോടെ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അവർക്ക് തന്നെ ചോദിക്കാം. അഭിഷേകേ പറ. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന രീതി പറഞ്ഞാൽ ഫ്രണ്ടിലൊരു കാറിൻ്റെ ഷേപ്പും ബാക്കിലൊരു സ്കൂട്ടറിൻ്റെ ഷേപ്പും വെച്ച് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഈ ബാക്ക് തൊട്ട് ഇവിടം വരെ ഒരു സ്കൂട്ടറും ഇവിടുന്ന് ഫ്രണ്ടിലോട്ടൊരു കാറുമാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് പണ്ടത്തെ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പുതിയ ന്യൂജൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അത് പണ്ടത്തെ എന്തോ ടെക്നോളജി? പണ്ടത്തെ ടെക്നോളജി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡൈനോമോ സിസ്റ്റം. നമ്മുടെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ വരുന്ന അത് പണ്ട്. ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും അങ്ങനെ ഇല്ല. ഏറ്റവും പണ്ടത് പുതിയ ടെക്നോളജി പറഞ്ഞാൽ മറ്റേ ഫുള്ളി റിമോട്ട് കൺട്രോൾഡായിട്ടുള്ള ഇതാണ് ചാവി അല്ലേ? ഇതിനകത്തും ഒരുപാട് സവിശേഷതകളുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം സോളാർ കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കും അറിയാം, പക്ഷേ കേട്ടത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല സോളാർ കാർ. അപ്പം അങ്ങനെ സോളാർ വഴി ഒരു കാർ ഉണ്ടാക്കണം ഞങ്ങളുടെ പണ്ടോട്ടുള്ള ആഗ്രഹമായിരുന്നു. ആദ്യം കാർ ഉണ്ടാക്കാമെന്ന് വെച്ചു, അത് കഴിഞ്ഞ് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഉപകാരം വേണം. അപ്പം ഞങ്ങളൊരു സോളാർ കാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഉണ്ടാക്കിയാണ് ഇപ്പോഴത്തെ ഈ പെട്രോളിൻ്റെ ഒരു പെട്രോളിന്റെ വില കൂടുതലാണ്. പിന്നെ അതുമല്ല ഇലക്ട്രിസിറ്റി നമുക്ക് വേണം. അതിൻ്റെ ഇതാകുമ്പം ഫുള്ളി ഫ്രീ ആയിട്ടാണ്. എന്താണ് ഒരു ഗ്രീൻ എനർജി പോലെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ജനറേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ സോളാർക്കാരൊക്കെ നിരത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ആരായാലും ചോദിക്കും ഇത് ഇറങ്ങിയ സാധനമല്ലേ, ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞാൽ ഒരു ജനറേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ജനറേറ്ററിൻ്റെ ഭാഗം. ഈ ഫ്രണ്ട് ടു ഇവിടം വരെ ജനറേറ്ററിന്റെ ഭാഗം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ആദ്യം വിചാരിക്കും ഈ പെട്രോള് അല്ലെ ഡീസലും കൊണ്ടൊക്കെ ഓടുന്ന അല്ലെ മണ്ണെണ്ണ കൊണ്ട് ഓടുന്ന ജനറേറ്ററാണ്. പക്ഷെ ഞങ്ങളിത് ഫുള്ളി ഫ്രീ ആയിട്ട് ഓടുന്ന ഒരു ജനറേറ്റർ സിസ്റ്റം ചെയ്തേക്കുന്നത്. ഇതിന്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് ഇവിടുന്ന്. ഇതാ ഞാൻ പറഞ്ഞ ആധുനിക ടെക്നോളജി എന്നാണ്. ഒരു ഡൈനോമോ സിസ്റ്റമാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഡൈനോമോ സിസ്റ്റം. ഞങ്ങളിത് റീപ്ലേസ് ചെയ്തിട്ട് ഒരു മറ്റേ കാറിന്റെ ആൾട്ടർനേറ്റർ വെച്ച് ചെയ്യാനായിട്ടായിരുന്നു. അപ്പൊ ഈ മറ്റേ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇത് തന്നെ ആക്കിയേക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ വീല് കറങ്ങുന്നതനുസരിച്ച് അത് കറങ്ങി ഈ വീല് കറങ്ങുന്നതനുസരിച്ച് ഇതും കറങ്ങും. ഇത് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. ഇത് നമുക്ക് ചെറിയ എമൗണ്ട് കറണ്ട് കിട്ടത്തുള്ളൂ. ആ ചെറിയ കറണ്ടിന് നമ്മളൊരു ഈ 2 പോസിറ്റീവ് നെഗറ്റീവ് വയർ വഴി ഈ ഫ്രണ്ടിൽ ഈ ഏകദേശം 150 AH 12 വോൾട്ട് ബാറ്ററി. അപ്പൊ അതും 12 വോൾട്ട് മോട്ടർ, അതല്ല ജനറേറ്റർ. ഇത് വോൾട്ട് തമ്മിൽ വ്യത്യാസം വരത്തില്ല. അപ്പൊ ആ ചെറിയ കറണ്ട് നമ്മൾ ഈ ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്യും. അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്തൊരു വലിയ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ആക്കിയിട്ട് ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ഒരു 12 വോൾട്ട് DC കറണ്ട്. 12 വോൾട്ട് DC കറണ്ട്. വീട്ടിൽ ഉപകരണം എന്ന് പറയുമ്പോൾ ഫാന്, മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, TV, ഫോണ്, അതിനൊക്കെ നമുക്ക് ഈ AC കറണ്ട് വരും 230 വോൾട്ട്. അപ്പം അത് DC-യിൽ നിന്ന് AC-യിലാക്കാൻ വേണ്ടി ഞങ്ങളൊരു ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്തൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രോഗ്രാമർ സിസ്റ്റം. അപ്പം ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ DC കറണ്ടിനെ AC ആക്കും. എന്നിട്ട് നമുക്ക് വീട്ടിലേക്കുള്ള എന്ത് ഉപകരണങ്ങൾ വർക്ക് ചെയ്യാം. ഈ പറഞ്ഞ TV, വാഷിംഗ് മെഷീൻ. TV ഒക്കെ ഏറ്റവും ചെറുതാണ്. ഏറ്റവും ഹൈ എന്ന വാഷിംഗ് മെഷീൻ വരെ വർക്ക് ചെയ്യാം. വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാം. 1000 വാട്ട്സിലുള്ള എന്ത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞതിൽ അർത്ഥം ഉണ്ടായത് മൾട്ടി പർപ്പസ് കാർ എന്ന് പറഞ്ഞാൽ അല്ലേ? സാധാരണ നമുക്ക് ഇതൊന്നും ഒരു സോളാർ പറ്റത്തില്ല, അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ആദ്യം ഇത് കാണുമ്പോൾ വിചാരിക്കും ഈ സോളാറിൽ നിന്ന് എടുക്കുന്ന കറണ്ട് അതിനകത്ത് എടുക്കുന്നത് അല്ല. പക്ഷേ ഈ സോളാറും ഈ ജനറേറ്ററും തമ്മിൽ ഒരു ബന്ധമില്ല. ഈ സോളാർ ഉപയോഗിക്കുന്ന ആകെ കാർ ഓടിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ബാക്കിലത്തെ ടയർ കറങ്ങും. ആ ടയറിന്റെ അവിടെ നമ്മൾ 3 മോട്ടർ വെച്ചിട്ടുണ്ട്. 3 അല്ലെ 6, എത്ര ഈ 6 മോട്ടർ അല്ലെ 8 മോട്ടറിനൊക്കെ ജനറേറ്റർ നമ്മൾ പറയുന്നത്
അതിനേക്കാളും നല്ല ഒരു ഒറ്റ ആൾട്ടർനേറ്റർ. അതിനകത്ത് നിന്ന് ഏകദേശം ഒരു 6 ആംപിയർ കൺട്രോൾ കിട്ടും ഒറ്റ ഒരെണ്ണത്തിനകത്ത്. അപ്പൊ അതിവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ആ വരുന്ന കറണ്ട് നമുക്ക് ആ ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്യും. അപ്പൊ ഈ സോളാർ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഈ വണ്ടി ഓടാൻ പിന്നെ അതിനകത്ത് മറ്റേ എന്താ ഫോണ്, ചെറിയ ഫോൺ, ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, ബാക്ക് ലൈറ്റ് അല്ലേ, അതൊക്കെയാണ് സോളാർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഈ വണ്ടി ഓടുമ്പോൾ ഈ ടയർ നമ്മൾ കറങ്ങും. അവിടെ 3 മോട്ടർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ മോട്ടറും കറങ്ങും. ആ മോട്ടർ മറ്റേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചാൽ അത് പ്രവർത്തിക്കുന്നു. ഇതിനകത്ത് ഒരു ഏകദേശം 6 തിയറവും 10 എനർജിയും പിന്നെ ഒരു 5 ലോയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ വെച്ചിട്ട് ഈ കാർ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വരും ആ മോട്ടറിൽ നിന്ന് ചെറിയ കറണ്ട് വെച്ചാണ് നമ്മുടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഞങ്ങൾ നേരത്തെ എടുത്തേക്കുന്ന 250 വാട്ട്സിന്റെ മോട്ടറും ലഡാസിന്റെ ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. ജെൽ ബാറ്ററിയാ. ഇത്ര ഉള്ളൊരു ബോക്സാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം അത് കഴിഞ്ഞ് ഇത് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് വെച്ച് ആകെ ഓടുന്നതാണ് ഒരു 20 km/സ്പീഡിലെ ഓടത്തുള്ള ഈ വണ്ടി. അപ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു കാർ ഓടുമ്പോഴത്തേക്ക് പല വിധത്തിന് ചോദ്യം വരും. ഒരു കാറാകുമ്പോൾ കുറഞ്ഞ ഒരു 30 അല്ലെ കുറഞ്ഞ ഒരു 50 km സ്പീഡിലെങ്കിലും ഓടണം, മാക്സിമം സ്പീഡ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്ട്രാ ഫെസിലിറ്റീസും വേണം കാറിന്. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടിയായിട്ട് ഇത് മോട്ടർ ടയറാണ്. ഈ മോട്ടർ ഇതാണ് ഇതിന്റെ ഒരു എഞ്ചിൻ നമുക്ക് പറയാം. ഇത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ. അപ്പൊ നമുക്ക് ഇത് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുമോ? ഇത് മാത്രമായിട്ട് കിട്ടത്തില്ല. പിന്നെ ഭയങ്കര പാടാണ് അത് കിട്ടാൻ. അങ്ങനെ കുറെ രജിസ്ട്രേഷനും കാര്യങ്ങളും അതും ഇതും പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ ഇതെങ്ങനെ കിട്ടി നിങ്ങൾക്ക്? ഞങ്ങളിത് ഒരു വണ്ടി തന്നെ മേടിച്ചു. ഇതിനു വേണ്ടി ഒരു വണ്ടി തന്നെ മേടിച്ചു. വണ്ടി ആണ്ടതാണ്. ഓക്കെ, ഈ വണ്ടി അപ്പൊ നിങ്ങൾ മേടിച്ചു. ഓക്കെ, അപ്പൊ ഇതിലെ കംപ്ലീറ്റ് സാധനം നമ്മൾ അഴിച്ചു വെച്ചേക്കുന്നത്. ഇതില് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 5000 വാട്ട്സിന്റെ മോട്ടർ, ബാക്കിലെ മോട്ടർ എടുത്ത് നമ്മള് 44 AH വരുന്ന ബാറ്ററി 72 വോൾട്ടിന്റെ ലിഥിയം ബാറ്ററി നമ്മള് ഈ വണ്ടിയിൽ നിന്ന് എടുത്ത മോട്ടറാണ് ഇത് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അതിന്റെ ബാക്കിലത്തെ ആ വീല് മോട്ടർ ഉൾപ്പെടാ അല്ലേ? മോട്ടർ ഉൾപ്പെടാ. പിന്നെ അതിന്റെ ആ ബാറ്ററി ഞാൻ പറഞ്ഞ 72 അതാ വണ്ടിയുടെ ബാറ്ററിയാണോ? വണ്ടിയുടെ ബാറ്ററി അല്ലേ? വണ്ടിയുടെ ബാറ്ററി ഇത്. പിന്നെ അതിന്റെ കൺട്രോളർ. ഈ കൺട്രോളർ ആണ് ഇതിന്റെ മെയിൻ ഘടന എന്ന് പറഞ്ഞാൽ. ഇതില്ലെങ്കിൽ ഇത് ബാക്കി രണ്ടുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഇത് ഫുള്ള് കൺട്രോൾ ചെയ്ത് വെച്ചേക്കാം. വണ്ടി എത്ര സ്പീഡിൽ പോകണം, എത്ര ബ്രേക്ക് പിടിക്കുമ്പോൾ എങ്ങനെ നിൽക്കണം, അല്ലാതെ പറയാ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങള് അങ്ങനെയുള്ള എല്ലാം കൺട്രോൾ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കും. വണ്ടിക്ക് എത്ര രൂപ എക്സ്പെൻസ് ആയി കാണും? വണ്ടിക്ക് ഏകദേശം ഒരു 1,10,000 രൂപ എക്സ്പെൻസ്. അത് ശരിക്കും അങ്ങനെ ഒരു വണ്ടിക്ക് പറഞ്ഞാൽ 1,60,000 രൂപ വണ്ടി എടുക്കാനുള്ള കാര്യം തന്നെ. അത് ഞങ്ങൾ പറഞ്ഞില്ല, ആദ്യം ഇത് വെച്ചേക്കുന്ന ഒരു ചെറിയ മോട്ടറായിരുന്നു. അതിനകത്ത് എത്ര 10-20 km/സ്പീഡിലെ പോത്തുള്ളായിരുന്നു. അതിനപ്പുറം പോത്ത് എന്നാൽ നമ്മളെ ഇപ്പൊ ഹൈ സ്പീഡിൽ പോക്കോണെങ്കിൽ കൂട്ടത്തിൽ ആക്സിലേറ്ററിൽ കാലെടുത്ത വണ്ടി അവിടെ നിൽക്കും. വെച്ച മോട്ടർ എന്ന് പറഞ്ഞാൽ 250 വാട്ട്സിന്റെ ആയിരുന്നു. സാധാ ഒരു മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഇല്ലേ, നോർമൽ നമ്പർ രജിസ്ട്രേഷൻ ഒന്നും വേണ്ടാത്ത. അതിന്റെ മോട്ടർ ആകുമ്പോഴത്തേക്ക് ഇത്രയും വെയിറ്റും കൂടെ ഒരു 10-300 കിലോ ഇതൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ ഏറ്റവും മാക്സിമം സ്പീഡിൽ പോയിട്ട് ആക്സിലേറ്ററിൽ കാലെടുക്കുമ്പോൾ വണ്ടി അവിടെ നിൽക്കും. അല്ല വേറെ ബ്രേക്ക് സാമാനൊന്നും വേണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇതിന്റെ സ്പീഡ് കൂട്ടണമെന്നുണ്ടായിരുന്നു. ഈ അവസാനം ഒരാളെ കിട്ടി. പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ വേണുന്നാ. എവിടെ ഉള്ള ആള്? പുള്ളി കരുനാപ്പള്ളി ഉള്ള. പുള്ളി ഞങ്ങൾ ഒരുപാട് സഹായിച്ചല്ലേ? പുള്ളി ഭാഗ്യം പോലെ കിട്ടിയത്. പുള്ളിയെ വിളിച്ചു ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഇതുകൂട്ട് ഈ കൺട്രോളർ നേരത്തെ കൺട്രോളർ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് സ്പീഡ് കൂട്ടാന്ന് പറഞ്ഞു. കോട്ടയത്ത് നിന്ന് ടെക്നീഷ്യൻ വന്നായിരുന്നു. അപ്പൊ പുള്ളി വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തുകൂട്ടി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ പണ്ടത്തെ കൺട്രോളറിന്റെ വയർ ചെറുതായിട്ട് കത്തിയിരിക്കും. പഴയ മോട്ടറിന്റെ. അപ്പോഴേക്ക് പുള്ളി പറഞ്ഞു ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ചെയ്താൽ ഒരു വലിയ സ്ഫോടനം തന്നെ ഉണ്ടാവും. കാരണം ബാറ്ററി വെച്ചിട്ട് ഒരു സ്ഫോടനം തന്നെ ഉണ്ടാവും. കാരണം അത്രയും ലോഡും കൂടെ കയറിയപ്പോഴത്തെ ആ ലോഡ് താങ്ങാറായപ്പോഴാ വയർ കത്തി. ഇത് ചെയ്യാൻ കാരണം തന്നെ നമ്മള് ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഓൾ കേരള. അപ്പൊ നമുക്ക് പ്രൈസ് വല്ലോ? അത് വേറെ കഥയാണ്. അപ്പൊ പറഞ്ഞത് കഥയായത്. ഞങ്ങൾ ആദ്യം ജില്ലയിൽ പോയി. എവിടെ വെച്ചായിരുന്നു? ആദ്യം സബ് ജില്ലയിൽ പോയി. എവിടെ വെച്ചായിരുന്നു? സബ് ജില്ല പറഞ്ഞില്ല. ഒരു സാധനം ആദ്യമായിട്ട് ഒരാൾ ഉണ്ടാക്കുന്നത്. കാരണം പലതരത്തിലുള്ള കാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ സോളാറിന്റെ ഈ സിസ്റ്റം ആദ്യമായിട്ട് ഒരാൾ ഉണ്ടാക്കുന്നത്. സോളാർ കാർ ഒരു മൾട്ടിപർപ്പസ് കാർ. ഞങ്ങളാണ് ഫസ്റ്റ് ഉറപ്പിച്ചത് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതുകൂട്ട് ഞങ്ങൾക്ക് സെക്കൻഡ് ടൈപ്പ് റീസൺ ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് സെക്കൻഡ് സബ് ജില്ല പോയ സമയത്ത് ഈ കാറിന്റെ ഈ സീറ്റ് ഉണ്ട്, ഇതില്ല. സീറ്റില്ല, ഈ സീറ്റ് ഇല്ല, ഈ മോട്ടർ ഇല്ല, ടയർ ഇല്ല, കൺട്രോളർ ഇല്ല, ഈ ബാറ്ററി ഇല്ല. 250 വാട്ട്സിന്റെ മോട്ടറും മറ്റേ പഴയ മോട്ടർ ഓടുമ്പോ മറ്റേ അർബാനൊക്കെ വലിച്ചോണ്ട് പോയി ആ ഒരു സംഭവമായിരുന്നു. അത്ര കുറഞ്ഞ സ്പീഡ് ഇല്ല ഒട്ടും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ കാരണം ഞങ്ങൾക്ക് സെക്കൻഡ് ആയി പോയി വിചാരിച്ചു. അത് ഞങ്ങളിപ്പോ ജില്ലയിൽ പോകുമ്പോൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം. ജില്ല പ്രൈസ് അടിക്കണം എന്ന് പറഞ്ഞാൽ പോയത്.
അത് ഞങ്ങൾ ആദ്യം തന്നെ ഇത് കാറാകുമ്പം ഇപ്പം അവിടുത്തെ ജഡ്ജസ് പല ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യത്തെ ചോദ്യം അവർ ചോദിക്കുന്നത് ഈ കാറാകുമ്പം 2 സീറ്റേ ഉള്ളൂ, അല്ലാതെ സ്കൂട്ടർ അല്ലാന്ന് ചോദിക്കും. ഇത് 2 സീറ്റ് ഉള്ളതിനാണ് സബ്സിഡി. അതൊരു ഇഷ്യൂ ആക്കി. നമുക്കറിയാം. അപ്പൊ നമ്മള് 1 സീറ്റ് എക്സ്ട്രാ വെച്ചു. അത് കഴിഞ്ഞ് അവർ ചോദിക്കുന്നതാണ് കാറാകുമ്പോഴത്തേക്ക് സ്പീഡ് 40 കിലോമീറ്റർ വേണമല്ലോ സ്പീഡ് കാർ. ഇതാണ്ട് 10-20 കിലോമീറ്റർ ഉള്ളൂ. രണ്ടാമത്തെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് പറ്റും, ഇത് കൂട്ട് മോട്ടർ മാറണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോഴേ മറ്റേ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ടെക്നീഷ്യനൊക്കെ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് മോട്ടർ ഫുള്ളായിട്ട് മാറണം. പക്ഷെ ഞങ്ങളുടെ മുന്നേ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, കാരണം മറ്റന്നാൾ പരിപാടിയാണ്. ഞങ്ങളിങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോഴത്തേക്ക് ചെറുപ്പങ്കര പുള്ളി പറഞ്ഞു ഒരു സജക്ഷൻ ഉണ്ട്, ഒരു വണ്ടിയായിട്ട് അങ്ങ് മേടിക്കാം. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ സാധനം ഇത് 3 ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് മാസങ്ങൾ എടുക്കും ചിലപ്പോൾ. അയ്യോ, നമുക്ക് സമയമില്ല. അതുപോലെ കിട്ടാൻ സാഹചര്യമില്ല. പുള്ളിയുടെ ഒരു വണ്ടിയുണ്ട്, അത് സെക്കൻഡ് വണ്ടിയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി ഓടിച്ച് 1 മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് പോയ വണ്ടിയാണ്. താഴെ ഓടിയിട്ടുള്ളൂ. നമുക്ക് അത് ലക്ഷമായിരുന്നു. കാരണം ഇത് സെപ്പറേറ്റ് മേടിക്കുന്നതിന് 10-80,000 രൂപ വരും. വണ്ടിയായിട്ട് മേടിച്ചാൽ 1 ലക്ഷം മണ്ടയ്ക്കും. കാരണം സെക്കൻഡ് ഹാൻഡ് 1 ലക്ഷം മണ്ടയ്ക്കും. നമ്മൾ വണ്ടിയായിട്ട് എടുക്കാം. അപ്പൊ അതിൽ ചെറിയ സാധനങ്ങൾ നമുക്ക് ഉപയോഗം എടുക്കുകയും ചെയ്യാം. അതല്ല ഇതിപ്പം ഈ ശാസ്ത്രങ്ങളെ നമ്മളിത് സാധനം അടിച്ച് വണ്ടി കയറ്റി വണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. 90 കിലോമീറ്റർ സ്പീഡുള്ള അങ്ങനെ വണ്ടി. ഞങ്ങളെ പ്രതിസന്ധി പൈസ പൈസ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും സഹായം എന്ന് തന്നെ പറഞ്ഞാലേ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സഹായമില്ലായിരുന്നു. അല്ല, നമ്മൾ സ്കൂളിൽ നിന്ന് എനിക്കത് കേട്ടപ്പോൾ വിഷമമായി. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു സഹായം വേണം. കാര്യം നിങ്ങൾ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ നിന്ന് 2 വിദ്യാർത്ഥികൾ, ഞാനിത് മാനേജ്മെൻറ്റ് കേൾക്കാൻ പറയുകയാണ്, വിദ്യാർത്ഥികൾ അവന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ഇത്രയും അവരുടെ കയ്യിൽ സ്വന്തം കയ്യിൽ നിന്ന് ഫണ്ട് ഇറക്കി 1,20,000 അല്ലടാ 1,20,000 മാത്രം ഇറക്കി അവന്മാർ ഇത് ചെയ്യുമ്പം അതിനിപ്പോൾ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലും ആ സ്കൂളിൻ്റെ പേരിലാണ് വരുന്നത് അല്ലേ? പത്രത്തിൽ വന്നാലും എവിടെ വന്നാലും സ്കൂളിൻ്റെ പേരിലാണ്. വന്നാലും സ്കൂളിൻ്റെ പേരിലാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഫണ്ട് രീതിയിൽ ചെയ്യേണ്ടതായിരുന്നു. അവരിനിയും ചെയ്യുമായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ ചെയ്യാനുള്ളത് തോന്നട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചോദിക്കാൻ വന്നു, ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് ഫുള്ള് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാ, ബെൻഡിങ് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ എവിടെ ചെട്ടിയോളം തന്നെ ചെയ്ത അവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനത്തെ സാധനം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരുപാട് പറഞ്ഞപ്പോഴത്തേക്ക് അവർ 10-36,000 രൂപ ആവുന്നു. അത് കഴിഞ്ഞിട്ട് അവര് പക്ഷെ അത്ര മേടിച്ചില്ല. 36,000 ഒരു 40,000 രൂപ പണി ഇതിലുണ്ട്. പക്ഷെ അവര് മേടിച്ച് 25,000 രൂപ. ഇത് എവിടെ നിർത്തി നമ്മളിത് പിന്നെ പഴയ നമ്മുടെ ഓക്കെ നമ്മൾ ഈ വണ്ടി പൊളിക്കുന്നത് അവിടെ പോയി മാരുതിയുടെ ഷോക്ക് അബ്സറും ടയറും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇത് വേറൊരു സംഭവം വെച്ചാൽ ഇവർ വണ്ടി വിളിച്ചല്ല ഇത് പോലും ഇവർ ബസ്സിന് പോയിട്ട് ഓരോ പാർട്സും അമ്മമാർ ബസ്സിൽ കൊണ്ടുവരാണ്. അതായത് ചെറിയ ചെറിയ പാർട്സ്. കാര്യം അമ്മമാർക്ക് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഫണ്ട് ഇല്ല. ഇപ്പം തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ട് തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് ഇതിനായിട്ടുണ്ട്. അപ്പം സഹായിക്കാനോ വേറെ ആരുമില്ല. സ്കൂളിൽ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു പ്രതികരണം കാര്യങ്ങൾ വരുമ്പോൾ ഇവരായിട്ട് കുറയുന്ന എക്സ്പെൻസ് കുറയ്ക്കാൻ മാക്സിമം ശ്രമിച്ചു. നമ്മൾ ഏകദേശം ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടിയുടെ ഫുള്ള് പണി കഴിഞ്ഞു. പ്രോഗ്രാമൊക്കെ ചെയ്ത് സാധനം എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെയിന്റ് അടിച്ചില്ലെന്നുള്ളത് ഞങ്ങൾ ചോദിച്ചിപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെയും അവിടുന്ന് തള്ളുക. അത് സെക്കൻഡ് ലോട്ടോ തേർഡ് ലോട്ടോ ഒക്കെ വരുമെന്ന് തന്നെ ഞങ്ങളെന്ന് എടുത്ത് ഇവിടെ അടുത്തൊരു സ്പ്രേ പെയിന്റ് ചെയ്യുന്ന ചേർന്നു. ഞങ്ങളിത് കൂട്ടി എന്ന് പറഞ്ഞ് അന്ന് രാത്രി 9 മണിയായിരുന്നു. ഇത് ചേട്ടാ ഇത് കൂട്ടി സംഭവം ഉണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ ഈസിയാണ്. 2 സ്പ്രേ എടുത്ത് 2 അടി അടിക്കണം. അടിച്ചിട്ട് ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ 9 മണിയായപ്പോൾ അവിടെ ചെന്ന് ടൈമർ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇത് കൂടി ചേട്ടൻ പറഞ്ഞ് മക്കളെ നിങ്ങൾ ഉറങ്ങി, കാരണം നാളെ പരിപാടി ഉള്ളത്. എന്നാലും ചാർട്ടൊന്നും എഴുതിയിട്ടില്ല. ഈ എക്സിബിഷന് പോകുമ്പോൾ ചാർട്ട് വേണം. 5 ചാർട്ട് ഞങ്ങൾ പറഞ്ഞത്. ചാർട്ടൊന്നും എഴുതിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുത്തിയിരുന്ന് ഒരു 2:30 തൊട്ട് 5 മണി ഞങ്ങൾ ചാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്ക് 9-10 മണിയായപ്പോൾ അവിടെ ചെന്ന് തോന്നുന്നത് കറക്റ്റായിട്ട് ഓർക്കുന്നത്. അവിടെ ചെന്ന് ഇതിൽ കൂടെ ഒരു ഐറ്റം അവിടെ ഇല്ല. അപ്പം ഞങ്ങൾക്കൊരു സമാധാനമായി. കൂട്ട് ജഡ്ജസ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു. ഞങ്ങൾ അന്നേരം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ജഡ്ജസ് ഉച്ച കഴിഞ്ഞപ്പോൾ വന്ന് ഇവർ ചെക്ക് ചെയ്യാന്നപ്പോഴത്തേക്ക് 3 പേരെ വന്നു. 3 പേര് വന്നപ്പോഴത്തേക്ക് ഒരു ജഡ്ജുണ്ട്. പുള്ളി എനിക്ക് ഈ ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല, പുള്ളി അന്ന് ഒരു ഇതില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു ഇത് കൂട്ട് വർക്ക് മോഡലിന് ഇത്ര നീളം പാടില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു?
ഞങ്ങൾക്ക് മാനുവല് ഞങ്ങൾ കണ്ടിട്ടില്ല. മാനുവൽ നിങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ അറിയാനാ? മാനുവലും കണ്ടിട്ടില്ല, ആരും ഞങ്ങളോട് പറഞ്ഞു തന്നില്ല. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു സെക്കൻഡ് കിട്ടത്തിന്, ഫസ്റ്റ് സെക്കൻഡ് കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. കാരണം നീളം കൂടി. ഞങ്ങളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 19ാം സ്ഥാനമായി. 19 സ്ഥാനം? ആകെ 20 പേരും ഉള്ള അതിൽ 19 എന്നാ പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്താൽ പോരെ? എന്തിനീ കഷ്ടപ്പെട്ട് 19 മാറ്റി കാണാം. 19ാം സ്ഥാനമാണ് ഞാൻ. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. ഫസ്റ്റ് കിട്ടിയ ആർക്കാ? ഹെൽത്ത് റെസ്ക്യൂ അങ്ങനെ സംഭവത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ആ സാധനത്തിന് ഫസ്റ്റ് കിട്ടി. പിന്നെ അവൻ എന്റെ ഒരു കൂട്ടുകാരൻ മറ്റേ ബൈക്കൊക്കെ ഉണ്ടാക്കും, അവന്റെ ഡിസ്ക്വാളിഫൈ ആയി. ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ ഇവനെ അടിക്കണം, കാരണം ഏതെങ്കിലും കൈകാര്യം ചെയ്യല്ല, അങ്ങനെയല്ല ആടിയല്ല, തോപ്പിക്കണം. ഏതെങ്കിലും എക്സിബിഷന് വെച്ച് ഞങ്ങളെ ഇവനെ വിളിച്ച് ആ എക്സിബിഷൻ കൊണ്ടുവന്ന് ഇവനെ തോൽപ്പിക്കണം എന്നുണ്ടായിരുന്നു. അവനെ വിളിച്ചോണ്ട് പോയി അവനെ തോപ്പിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോഴത്തേക്ക് ഇത് പോയിട്ട് അവിടെ പ്രൊവിഡൻസ് പറഞ്ഞ കോളേജിൽ നിന്ന് ആള് വന്നായിരുന്നു. വേറെ എക്സിബിഷൻ നിങ്ങൾ അതിൽ പോയി, പ്രൈവറ്റ് ആയിട്ട് നടന്ന എക്സിബിഷൻ. അവിടെ പോയപ്പോഴത്തേക്ക് ഈ ജില്ലയിലുള്ള 20 അല്ലെ ഒരു 18 ടീമും അവിടെ ഉണ്ട്. നിങ്ങളോട്ട് മത്സരിച്ചവര്? ഞങ്ങളുടെ ജില്ല മത്സരിച്ച് 18 ടീമും അവിടെ ഉണ്ട്. ഇവനും ഉണ്ട്, ഫസ്റ്റ് കിട്ടിയുണ്ട്. ഞാൻ ആദ്യം ഞങ്ങളുടെ കാറും മറ്റേ എന്റെ കൂട്ടുകാരന്റെ അത് എവിടെ വെച്ചായിരുന്നു? ചെങ്ങന്നൂർ. അപ്പം ഞങ്ങളുടെ കാറും മറ്റേ എന്റെ കൂട്ടുകാരന്റെ ആ ബൈക്കും വെളിയിലാണ് കിടന്നത്. അപ്പൊ ഞങ്ങൾ നൈസിന് അവനും ദേഷ്യമായി, കാരണം അവന് ഇത്ര ബൈക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കിട്ടിയില്ല. അവനെ ഫസ്റ്റ് കിട്ടിയ അവനോട് പോയിട്ട് അകത്ത് വെച്ചിട്ട് പുള്ളിയെ നോക്കി, ആ ജില്ല ഫസ്റ്റ് കിട്ടിയ ചേട്ടനെ അവനെ നോക്കി. വന്നിട്ടുണ്ട്. അവനെ എങ്ങനെയും തോപ്പിക്കണം. അല്ല അടിച്ചില്ല പിന്നെ നമ്മള് വിലയില്ലാതായി പോയി. അവിടെ ചെന്ന് ഒരു 10-30 ഐറ്റങ്ങളോളം ഉണ്ടായിരുന്നു വർക്കിംഗ് മോഡലായിട്ട്. ജഡ്ജസ് വന്നപ്പോഴത്തേക്ക് ഈ ടയറ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയാലോ ഇങ്ങനെ പോകുന്നത് വണ്ടി. അപ്പോഴത്തേക്ക് ഇത് കൂട്ടും കാര്യം പറഞ്ഞു, ഇത് കൂട്ട് വീണ കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്, കുഴപ്പമില്ലെന്ന് വെച്ചു. ജഡ്ജസ് കാര്യം പറഞ്ഞിട്ട് പോയി, അവന്റെ നോക്കിയിട്ട് പോയി. അതാണ് റിസൾട്ട് വന്നു. ആദ്യം തേർഡ് പ്രൈസ് വിളിച്ചു. തേർഡ് പ്രൈസ് എന്റെ കൂട്ടുകാരനാണ്, ഞാൻ പറഞ്ഞു. സെക്കൻഡ് കിട്ടിയതാണ് ഒരു മോട്ടോർ സൈക്കിൾ. അടുത്ത ഫസ്റ്റ് കിട്ടിയതാണ് ഞങ്ങളുടെ. ഓ മാഷാ അല്ലാഹ്, ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടി. അടിപൊളി. അപ്പം സബ് ജില്ലയിൽ കളിച്ചവന് ഫസ്റ്റ് തേർഡും ഇല്ല, ഫോർത്ത് കിട്ടി. അപ്പൊ അവൻ ഫോർത്തും ഇല്ല. ഉണ്ടോ അറിയത്തില്ല, ഫോർത്ത് അല്ലെ ഫോർത്ത് താഴെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അവൻ എങ്ങനെ അവിടെ കിട്ടി ഫസ്റ്റ്? അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവനവിടെ ഫസ്റ്റ് കിട്ടിപ്പോയി. ഇവിടെ ഫസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായി ജില്ല വെച്ച് ഈ എന്താ ഈ നീളത്തിന്റെ കുഴപ്പമില്ല, അതിന് ഫസ്റ്റ് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ആ നീളത്തിന്റെ പ്രശ്നം അല്ലായിരുന്നു, നീളത്തിന് അറിയത്തില്ല എന്തുവന്ന്. പിന്നെ അത് ഞങ്ങൾ വിറ്റ്, ഞങ്ങൾ അപ്പീലിന് ഇതിനൊന്നും പോയില്ല. അപ്പൊ ഓരോന്നോരോന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. നമുക്ക് ആദ്യം ജനറേറ്ററിന്റെ തന്നെ നോക്കാം. ഓണാക്കുമ്പോൾ ചെറിയൊരു ഇത്, പിന്നെ ഇതിന്റെ വോൾട്ട്, പിന്നെ വാട്ട്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെ, ബാറ്ററിയുടെ ചാർജ്, അതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ഐറ്റത്തിൽ തുടങ്ങും. അതെന്തിന്റെയാ? ഇത് ബൾബ്, ട്യൂബ് അല്ലേ? ഇത് മറ്റേ LED ട്യൂബ്, കുത്തിക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓ കത്തി. രണ്ടാമത് ബൾബ്. ഓ അടിപൊളി. സ്വിച്ച് ഓണാക്കടാ. ഓണാല്ലേ? അടുത്ത ഫാൻ അല്ലേ? നല്ല കാറ്റ്, പിന്നെ നല്ല കാറ്റ്. നമ്മളൊരു എന്താ റിമോട്ടല്ല ചെയ്തത്, അഡ്വാൻസ് ടെക്നോളജി അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്. വേണമെങ്കിൽ നമ്മൾ കീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം ഇതാണ് ഇതിന് ഈ റിമോട്ടിന് തന്നെ ഭയങ്കര ഫെസിലിറ്റീസാണ്. ഒന്നാമത്തെ ഫെസിലിറ്റി ഇത് വണ്ടി ഓണായി. മീറ്റർ മീറ്റർ എത്തിയല്ലേ? മീറ്റർ എത്തി. പറയാം ഈ സോളാർ വഴി 5 മണിക്കൂർ എടുത്ത് ഈ ബാറ്ററി ചാർജ് ആവും. 5-6 മണിക്കൂർ ആ ചാർജ് കൊണ്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ 90 കിലോമീറ്ററോളം ഓടി വണ്ടി. ഇതിന്റെ അടുത്ത ഇത് ഓഫ് വണ്ടി ഓഫായി. ചേഞ്ചേഴ്സ് അല്ല വണ്ടി എടുത്തോണ്ട് പോയാ അപ്പം മോഷ്ടിക്കുക ഇത്, കാരണം ഇത് വേഗം നമുക്ക് എടുത്തുണ്ടോ. നമ്മൾ ഇതൊരു അലർട്ട് ബട്ടണോ, അത് നമ്മൾ ഓണാക്കിയിടുക. ഓണാക്കിയിട്ട് ആരിലും ഒന്ന് വണ്ടി എടുത്ത് നീക്കുക. ഇത് മീറ്റർ ബോക്സ്. മീറ്റർ ബോക്സ് നമ്മുടെ ബൈക്കിന്റെ മീറ്റർ ബോക്സ്. ഫോൺ പിന്നെ ഇൻഡിക്കേഷൻ, അത് കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ട് ലൈറ്റ്. ഇതിന്റെ ഒരു കാറാകുമ്പോൾ റിവേഴ്സ് പിന്നെ തീർച്ചയായും കാറാകുമ്പോൾ റിവേഴ്സ് ആണ്, ഇറങ്ങി തള്ളാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ആദ്യം ഇതിന് ഞാൻ പറയും 250 വാട്ട്സ് വെച്ച് പിന്നെ റിവേഴ്സ് ഇല്ല. നമ്മൾ ഇതിന്റെ പുതിയതായിട്ട് റിവേഴ്സ് വെച്ച് റിവേഴ്സ് സ്വിച്ച് അല്ലേ? അതൊക്കെ നീ തന്നെ സെറ്റ് ചെയ്തല്ലേ? ഞാൻ തന്നെ സെറ്റ് ചെയ്ത.
പിന്നെ ഇത് ഇപ്പം ഗിയർ ഉള്ള കാർ ഇത് ഗിയർ എന്ന് പറയാൻ പറ്റത്തില്ല, സ്വിച്ച് ഗിയർ എന്ന് പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറയാം. ഇത് ഫസ്റ്റ് എയ്ഡ് ഇടുമ്പോൾ അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് എയ്ഡ് ഇടുമ്പോൾ 30 km/h സ്പീഡ് കിട്ടും. സെക്കൻഡ് ഇടുമ്പോൾ 60 km, തേർഡ് ഇടുമ്പോൾ 90 km. പക്ഷെ നമ്മളിത് ഹൈ സ്പീഡ് 30 പോകത്തുള്ളൂ. കാരണം ഇതിന് ഒന്നാമത്തെ കാര്യം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല, വള്ളിപ്പോ. ഇതെന്തോ സംഭവം? ഇത് ബ്രേക്ക് ഒക്കെ കാല് അവിടെ ബാറ്ററി ഉള്ളതുകൊണ്ട് ഇതിരിക്കുന്നതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റത്തില്ല. അതല്ല, ഈ ബ്രേക്ക് ലെങ്ത് കിട്ടത്തില്ല കേബിൾ അല്ലേ? ഇത് ഒരു ഹൈഡ്രോളിക് ബ്രേക്കാ. ഓക്കെ, നമ്മൾ ബൈക്കിന്റെ തന്നെ ഡിസ്ക് ബ്രേക്ക് ബ്രേക്ക്. 5 സെക്കൻഡ് ഈ ആക്സിലേറ്റർ ചവിട്ടിയില്ല, എന്ത് നേരെ പാർക്ക് മോഡാവും. പാർക്ക് മോഡ് ആയപ്പോൾ നമ്മൾ എത്ര ആക്സിലേറ്റർ ചവിട്ടിയാലും വണ്ടി മൂവ് ആകത്തില്ല. അത് കഴിഞ്ഞ് പാർക്ക് മോഡ് മാറ്റണം നമ്മൾ. ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെ ഇപ്പൊ നമ്മളങ്ങോട്ട് വണ്ടി ഓണാക്കിയിട്ട് പോയാൽ കൊച്ചു പിള്ളേരൊക്കെ വന്ന് ചവിട്ടി നേരെ സാധാരണ വണ്ടി നേരെ അടിക്കും. പാർക്ക് മോഡ് ആകുമ്പോൾ ഇപ്പോഴേ മൂവ് ആകത്തുള്ളൂ. അപ്പൊ ഈ പാർക്ക് മോഡ് മാറ്റണമെങ്കിൽ നമുക്ക് സ്വിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യണം. ഇപ്പൊ പാർക്ക് മോഡ് മാറി മീറ്ററായി. ഓക്കെ, ഇനി ഒന്ന് ഓടിച്ച്. അഭിഷേകിൻ്റെ വീട്ടിലാണ് ഇത് ചെയ്തിട്ടേക്കണേ. അഭിഷേകിൻ്റെ അമ്മയായിട്ട് ഞാൻ സംസാരിച്ചു. അമ്മമാർ ഇതിൽ മാത്രമല്ല പഠിക്കാനും മിടുക്കന്മാരാണ്. അമ്മമാർ +1 വിദ്യാർത്ഥികളാണ്. 10ാം ക്ലാസ്സിൽ 2 പേർക്കും ഫുൾ A+ ഉണ്ടായിരുന്നതാണ് അമ്മ പറഞ്ഞത്. ഇപ്പം +1ലാണ്. ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ അവരെന്തെങ്കിലും സ്പോൺസർ ചെയ്യുക. കുറച്ചുകൂടെ ഉണ്ട്, അവർക്ക് ഫണ്ടൊക്കെ കുറേയൊക്കെ അടയ്ക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. അപ്പം ഞാനിതൊന്ന് കയറാൻ പോവാം. ഇപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബൈക്ക്, ചെറിയൊരു ബൈക്ക്, കാർ പോലെയൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ ഓടിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചു, താണ്ട വന്ന് കയറി. ഇവന്മാരിത് റോഡിലോട്ട് ഇറക്കത്തില്ല വണ്ടി. കാര്യം നമുക്ക് നിയമവിരുദ്ധമാണ് ഇത് പുറത്ത് കൊണ്ടുപോകാനോ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തോട്ട് ഇറക്കാറില്ല. പിന്നെ എക്സിബിഷനൊക്കെ കൊണ്ടുവന്നത് ഇവരിത് AC-ലോ അല്ലെങ്കിൽ ദോസ്തിലോ ഒക്കെ കയറ്റി അവിടെ കൊണ്ടുപോയി ഗ്രൗണ്ടിൽ ഇറക്കുക ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇട റോഡിൽ ജസ്റ്റ് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് തിരിച്ചപ്പം തന്നെ വന്നു. അല്ലാതെ നമ്മൾ പുറത്തോട്ട് ഇറക്കാറില്ല വണ്ടി. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ തുടർന്നുണ്ടാകുന്ന വീഡിയോയിൽ ഇതുപോലെ കഴിവുള്ള പിള്ളേരെ, എക്സ്ട്രാ ഓർഡിനറി പിള്ളേരൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും, കലാകാരന്മാരൊക്കെ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലുമൊക്കെ ഇവരെ പിന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചുകൂടെ പണിയുണ്ട്. ഫ്ലോർ ഒട്ടിക്കണം, അങ്ങനെ കുറച്ചിനെ സൈഡൊക്കെ ഒന്ന് മറയ്ക്കണം, അങ്ങനെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. പിന്നെ അല്ലാതെ ഇത് ഡോറ് വെക്കണം. പിന്നെ ഇത് പണിതെടുത്തും ചെയ്തെടുത്തൊക്കെ കുറച്ച് പൈസയൊക്കെ കൊടുക്കാണ്ട്. അതിന് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർ ഇത് പെൻഡിങ് വെച്ചേക്കുന്നത്. അപ്പം ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അതുപോലെ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. അതൊന്ന് ആർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരൊന്ന് സഹായിക്കുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.